നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ. അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ്, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. കാസർഗോഡ് ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. തേജസ്വിനി പുഴയിൽ നിന്നും വെള്ളം കയറിയതിനാൽ 5 കുടുംബങ്ങൾ മാറി താമസിച്ചു. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷം. മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ പേക്കടത്ത് മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കും. ഫലം കണ്ടത് ആക്ഷൻ കമ്മിറ്റി 5 മാസമായി നടത്തിവന്ന സമരം. പ്രതിസന്ധി രൂക്ഷം. ചെങ്കൽ വ്യവസായ മേഖല അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലെന്ന് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥക്ഷേമ സംഘം. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ്, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം ഉടൻ ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അർജുനടക്കം 15 പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം. കർണാടകയിലെ അങ്കോളയിലെ ശിരൂർ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്നും 7 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനിടയിലാണ് അപകടത്തിൽ മലയാളി ഡ്രൈവർ അർജുനും അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നത്. വീട്ടിൽ നിന്നും പോയ അർജുൻ തിരിച്ചെത്താത്തതിനെ തുടർന്നാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ചയാണ് അവസാനമായി വിളിച്ച് സംസാരിച്ചത്. ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടുന്നില്ല. എന്നാൽ വെള്ളിയാഴ്ച രാവിലെ വിളിച്ചപ്പോൾ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു. പിന്നീട് സ്വിച്ച് ഓഫായെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇന്നലെ രാത്രി വരെ ലോറിയുടെ എഞ്ചിൻ ഓണായിരുന്നുവെന്നാണ് ഭാരത് ബെൻസ് കമ്പനി വീട്ടുകാരെ അറിയിച്ചത്. വിഷയത്തിൽ കേരളം ശക്തമായി ഇടപെട്ടതോടെ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്ത് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കാസർഗോഡ്, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് RTOയുടെ നേതൃത്വത്തിൽ 3-അംഗ സംഘം ശിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അർജുനടക്കം 15 പേരാണ് കുടുങ്ങിക്കിടക്കുന്നതെന്നാണ് വിവരം. അപകടത്തിൽ 2 സാധ്യതകളാണ് ഭരണകൂടം കാണുന്നത്. ഒന്ന്, ലോറി മണ്ണിനടിയിൽ തന്നെ ആകാമെന്നും അല്ലെങ്കിൽ ഗംഗാവലി പുഴയിൽ വീണിരിക്കാമെന്നുമാണ്. വെള്ളത്തിനടിയിൽ ലോറിയുണ്ടോ എന്നറിയുവാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട്. കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. പ്രദേശത്തെ 40% മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. മണ്ണിനടിയിലായ ഒരു ബെൻസ് കാറിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട ഒരു ടാങ്കർ ലോറിയുടെ HPCL ഗ്യാസ് സിലിണ്ടർ ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തിയ സിലിണ്ടർ മറ്റൊരു ടാങ്കറിലേക്ക് മാറ്റുവാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും പ്രദേശത്ത് വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. മണ്ണിടിച്ചിലിൽ പ്രദേശത്തെ 6 വീടുകൾ പൂർണ്ണമായും 10-ലേറെ വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഊർജിതമാണ്. NDRF, പോലീസ്, ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാണ്. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ജില്ലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. തീരദേശത്തും കിഴക്കൻ മലയോരത്തുമാണ് മഴയിൽ വലിയ നാശമുണ്ടായത്. മരങ്ങൾ കടപുഴകി വീണും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചുമായിരുന്നു നഷ്ടങ്ങളേറെയും. പലയിടങ്ങളിലും വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം വീണ് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കയറി. തേജസ്വിനി പുഴയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് നീലേശ്വരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. പൊടോംതുരുത്തിയിൽ വീടുകളിലും വെള്ളം കയറി. 70ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. അവിടെ നിന്ന് 5 കുടുംബങ്ങളും ചാത്തമത്തിൽ നിന്ന് 7 കുടുംബങ്ങളും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. അതേസമയം ചാത്തമത്തിൽ നിന്ന് ഒരു കുടുംബത്തിലെ 4 പേരെ ആലയിൽ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലുള്ള ക്യാമ്പിലേക്ക് മാറ്റി.
കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമെന്ന് പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ നദീതീരത്ത് താമസിക്കുന്നവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷമാണ്. പലയിടങ്ങളിലും വീടുകൾ ഉൾപ്പെടെ അപകട ഭീഷണി നേരിടുന്നുണ്ട്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളിയാഴ്ച കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി നൽകിയിട്ടുണ്ട്. കനത്ത മഴയിൽ മിക്കവാറും സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുള്ളതിനാൽ വലിയ അപകട സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ 24 മണിക്കൂറിൽ അതിശക്തമായി മഴ പെയ്തു. ഇതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ട് അതേപടി നിലനിൽക്കുന്ന സാഹചര്യത്തിലും കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലുമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ പേക്കടത്ത് മരങ്ങൾ കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. ഇതുമൂലം പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ പേക്കടത്ത് മരങ്ങൾ കടപുഴകി വൈദ്യുത ലൈനിൽ വീണു. ഇതുമൂലം പ്രദേശത്ത് മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. പേക്കടം IT റോഡിൽ പേക്കടം കാളീശ്വരം ക്ഷേത്രത്തിന് സമീപത്തെ വയലിൽ നിന്നാണ് കാറ്റിൽ മരങ്ങൾ കടപുഴകി വൈദ്യുത ലൈനിൽ വീണത്. 3 ഫേസ് ലൈനിന്റെ മുകളിൽ മരങ്ങൾ വീണതോടെ പേക്കടം ഭാഗത്തെ വൈദ്യുതി വിതരണം മുടങ്ങുകയും ചെയ്തു. തൃക്കരിപ്പൂർ ടൗണിൽ അപകട ഭീഷണിയിലായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനാൽ വൈകുന്നേരത്തോടെയാണ് KSEB അധികൃതരെത്തി കടപുഴകി ലൈനിൽ വീണ മരങ്ങൾ മുറിച്ച് വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിലെ ജനങ്ങൾ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ 5 മാസങ്ങളോളമായി നടത്തിവരുന്ന സമരം ഫലം കണ്ടു. അടിപ്പാതയിലൂടെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യമൊരുക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ദേശീയപാത അധികൃതരും നിർമ്മാണ കമ്പനി അധികൃതരും ഉറപ്പു നൽകി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കഴിഞ്ഞ 5 മാസങ്ങളോളമായി മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ ആക്ഷൻ കമ്മിറ്റി സമരം നടത്തിവരികയായിരുന്നു. ഈ സമരമാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താന്റെയും മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെയും ജില്ലാ കളക്ടറുടെയും സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അധികൃതരുടെ ഇടപെടലിൽ തൃപ്തി അറിയിച്ചു. മഞ്ചേശ്വരം ജംഗ്ഷനിൽ അടിപ്പാതയിലൂടെ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സാഹചര്യമൊരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പാത അധികാരികളും നിർമ്മാണ കരാർ കമ്പനി അധികൃതരും ഉറപ്പു നൽകി. മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ്, ആരാധനാലയങ്ങൾ, ലോ കോളേജ് ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 150ാമത്തെ ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ്. ഞങ്ങളൊക്കെ നിരന്തരമായി വിസിറ്റ് ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ കാസർകോട്ടെ കളക്ടർ ശ്രീ ഇമ്പശേഖരന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ കളക്ടറേറ്റിൽ സമരസമിതിയുടെ ആളുകളുടെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ച നടത്തുകയും ഒരു ഫുഡ് ഓവർ ബെഞ്ച് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. ഞാൻ തന്നെ സമരപന്തലിൽ പോയി പ്രഖ്യാപിച്ചതാണ്. അവിടെ അണ്ടർപാസ് സൗകര്യം ഒന്നുകൂടി പരിശോധിക്കാൻ PD അടക്കമുള്ള ടീമിനെ പരിശോധിക്കാൻ വേണ്ടി ഇന്നലത്തെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അവിടെ എന്തായാലും നാട്ടുകാരുടെ, എൻ്റെ പ്രിയപ്പെട്ട ആ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ് ബഹുമാന്യ MP MLA അങ്ങനെയൊക്കെ ഞങ്ങൾ എന്തായാലും അതിനു വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കിട്ടിയ വാക്കുകളൊക്കെ ആശ്വാസകരമാണ്, പ്രതീക്ഷ പകരുന്നതാണ്. പ്രൊജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണം നടത്തുന്നതിനാവശ്യമായ സംവിധാനം ഒരുക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തുമെന്നും അധികൃതർ അറിയിച്ചതായി മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ KCN ന്യൂസിനോട് പറഞ്ഞു. ഈ തീരുമാനമുണ്ടാകുന്നതിന് വേണ്ടി കൃത്യമായ ഇടപെടൽ നടത്തിയ ബഹുമാന്യനായ കാസർഗോഡ് MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെയും മഞ്ചേശ്വരം MLA ശ്രീ AKM അഷ്റഫ് സാഹിബിനെയും എല്ലാ രീതിയിലും മഞ്ചേശ്വരം ദേശീയപാത ആക്ഷൻ കമ്മിറ്റി അഭിനന്ദിക്കുന്നു. കൃത്യമായ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തിലേക്ക് ദേശീയപാത ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം, അതായത് മഞ്ചേശ്വരം ജനതയുടെ ആവശ്യം, കഴിഞ്ഞ 5 മാസങ്ങളോളമായി ദേശീയപാത വികസനത്തിനോടനുബന്ധിച്ച് മഞ്ചേശ്വരത്തെ രാഗം ജംഗ്ഷനിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യം അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ആക്ഷൻ കമ്മിറ്റി സമരം നടത്തി വരികയാണ്. ഈ സമരത്തിന് ആശ്വാസം ലഭിക്കുന്ന ഒരു സമീപനമാണ്, ഒരു ഇടപെടലും ഒരു യോഗവുമാണ് കഴിഞ്ഞ ദിവസം കലക്ട്രേറ്റിൽ ജില്ലാ കലക്ടറുടെ സാന്നിധ്യത്തിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്നത്. MP, MLA എന്നിവരുമായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ ക്ഷണം സ്വീകരിച്ച് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ സക്കറിയ ഷാലിമാർ, അഷ്റഫ് ബഡാജെ, ഹനീഫ സുരഭി, ജബ്ബാർ ബഹ്റൈൻ, മനോഹർ, സക്കറിയ മഞ്ചേശ്വർ, SM ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം.
ചെങ്കൽ ക്വാറിയുടെ പ്രശ്നങ്ങൾക്ക് നാളിതുവരെയായി യാതൊരു പരിഹാരവും ഉണ്ടാക്കാത്തതിനെ തുടർന്ന് ചെങ്കൽ വ്യവസായ മേഖല പ്രതിസന്ധിയിലാണെന്ന് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം. അധികാരികളുടെ സമീപനത്തിനെതിരെ ചെങ്കൽ വ്യവസായ മേഖല അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുതരമായ നിരവധി പ്രശ്നങ്ങളാണ് ചെങ്കൽ വ്യവസായ മേഖല നേരിടുന്നതെന്ന് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം ഭാരവാഹികൾ പറഞ്ഞു. 2023 ഫെബ്രുവരി 1 മുതൽ ക്വാറികൾ സംസ്ഥാനത്തുടനീളം ജോലി നിർത്തിവെച്ച് സമരം ചെയ്തിരുന്നുവെങ്കിലും വ്യവസായ വകുപ്പ് മന്ത്രി സമരം നിർത്തിവെക്കാതെ യാതൊരു ചർച്ചയുമില്ലെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിൻവലിച്ചിരുന്നു. ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. എന്നാൽ പ്രശ്നപരിഹാരമുണ്ടാകാത്ത അവസ്ഥയാണ്. സർക്കാരിന്റെ സമീപനം ഇനിയും ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ ചെങ്കൽ മേഖല സംസ്ഥാനത്തുടനീളം നിർത്തിവെച്ചാൽ 2000-ഓളം വരുന്ന തൊഴിലുടമകളും മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന 500,000-ഓളം തൊഴിലാളികളും ഡ്രൈവർമാരും ഇതിനെ ആശ്രയിച്ച് കഴിയുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പെരുവഴിയിലാകും. ചെങ്കൽ മേഖലയിൽ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാത്തതിനാൽ ഈ മാസം 22-ന് സംസ്ഥാന വ്യാപകമായി സൂചനാ സമരം നടത്തുവാനും സംസ്ഥാനത്തെ കളക്ടറേറ്റിന് മുമ്പിൽ ധർണ നടത്തുവാനും തുടർന്ന് 30-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുവാനും എന്നിട്ടും അനുകൂല സാഹചര്യങ്ങളില്ലെങ്കിൽ 2024 ഓഗസ്റ്റ് 5 മുതൽ സംസ്ഥാനത്താകെ അനിശ്ചിതകാല സമരം നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. 22-ാം തീയതി സംസ്ഥാനത്ത് എല്ലാ കളക്ടറേറ്റിലും നമ്മൾ സൂചനാ പണിമുടക്ക് എന്ന രീതിയിൽ ധർണ നടത്താനും മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പ്രാബല്യത്തിൽ പിന്നെയും വരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ മാസം 30-ാം തീയതി ജൂലൈ 30-ാം തീയതി സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതും നമുക്ക് പ്രതികൂലമായിട്ട് വരുന്നില്ലെങ്കിൽ ആഗസ്റ്റ് 5-ാം തീയതി ഈ സമരം അതിശക്തമായിട്ട് നിർത്തിവെച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. എല്ലാവരും അനിശ്ചിതകാലത്തേക്കായിരിക്കും സമരം. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് നാരായണൻ കൊളത്തൂർ, ജില്ലാ പ്രസിഡന്റ് സുധാകര പൂജാരി, ജില്ലാ സെക്രട്ടറി ഹുസൈൻ ബേർക്ക, സുകുമാരൻ നായർ, ഹരീഷ ഷെട്ടി, റഫീഖ് കയ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ആരൊക്കെ സംസ്കരിക്കാനും തിരസ്കരിക്കാനും ശ്രമിച്ചാലും ജനഹൃദയങ്ങളിൽ ഉമ്മൻചാണ്ടി ജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം ജനഹൃദയങ്ങളിലാണ്. ഗിരീഷ് ആനപ്പെട്ടി അധ്യക്ഷത വഹിച്ചു. KGOU സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൊളത്തൂർ നാരായണൻ, KC സുജിത് കുമാർ, P വത്സല, M ശ്രീനിവാസൻ, VTP രാജേഷ്, VM രാജേഷ്, SM രജനി, കുഞ്ഞികൃഷ്ണൻ, P ശ്രീനിമോൻ, ജയരാജ് പെരിയ, ഗിരിജ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചീമേനി മുഴക്കോം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടത്തി. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ AG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ക്ഷീരവികസന യൂണിറ്റിന്റെയും മുഴക്കോം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സംഘം ഓഫീസിൽ നടന്ന പരിപാടി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ എല്ലാ വർഷവും പാൽവില സബ്സിഡി നൽകുന്നുണ്ട്. അതുപോലെ കാലിത്തീറ്റ സബ്സിഡി, ഇതൊക്കെ നമ്മൾ പദ്ധതിയായിട്ട് വെക്കുന്നുണ്ട്. പക്ഷെ അതിന് പലപ്പോഴും നമുക്കറിയാം, ഗ്രാമസഭകൾ ചേരുമ്പോൾ ആ ഗ്രാമസഭകൾ ഈ ക്ഷീരകർഷകർ പല ആൾക്കാരും അതിൽ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ നടക്കുന്ന ചർച്ചകളോ ഒന്നും തന്നെ അറിയുന്നില്ല. നമ്മൾ ഗ്രാമസഭയിൽ പങ്കെടുത്താൽ ക്ഷീരമേഖലയ്ക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെ സംസാരിക്കുകയും നമുക്ക് പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അതിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുകയും വേണം. ചടങ്ങിൽ മുഴക്കോം ക്ഷീരസംഘം പ്രസിഡന്റ് C സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ശാസ്ത്രീയമായ പശുപരിപാലനവും ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികളും എന്ന വിഷയത്തിൽ നീലേശ്വരം ക്ഷീരവികസന ഓഫീസർ K രമ്യ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ NV രാമചന്ദ്രൻ, KB വീണ, ക്ഷീരസംഘം സെക്രട്ടറി M താരേഷ് കുമാർ, വൈസ് പ്രസിഡന്റ് C ദേവകി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ K ഉദ്ഘാടനം ചെയ്തു.
കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മഞ്ചേശ്വരം ഉപജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ഉപ്പള മുളിഞ്ച സ്കൂളിൽ നടന്ന ചടങ്ങ് KPSTA കാസർഗോഡ് റവന്യൂ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജനാർദ്ദനൻ K ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഇസ്മായിൽ മിയപ്പദവ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് വിമൽ അടിയോടി അനുസ്മരണ പ്രഭാഷണം നടത്തി. OM റഷീദ് സ്വാഗതം പറഞ്ഞു. സൗമ്യ P, രവിശങ്കർ, പ്രകാശൻ, ചിത്രാവതി ടീച്ചർ, അബ്ദുൾ ബഷീർ, സൈറ, കാവ്യ, രാംമോഹൻ, അനിത T, ഫാത്തിമത്ത് ഫസീന, ഗീതാഞ്ജലി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷനിലെ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം മുക്കോട് റെഡ് സ്റ്റാർ ക്ലബ്ബിൽ നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ പഞ്ചായത്ത് പരിധിയിൽ വർദ്ധിച്ചുവരുന്ന ഓട്ടോറിക്ഷകൾക്ക് പാർക്കിംഗ് നൽകുന്നത് നിർത്തലാക്കി പാർക്കിംഗ് നമ്പറും പോലീസ് മുദ്രയും പതിപ്പിച്ച് നൽകണമെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷനിലെ ചാമുണ്ടിക്കുന്ന് യൂണിറ്റ് സമ്മേളനം പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. മുക്കോട് റെഡ് സ്റ്റാർ ക്ലബ്ബിൽ നടന്ന സമ്മേളനം CITU ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ച ആളുകളുണ്ട്. എന്നാൽ ഞങ്ങൾ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കും, ഇന്ത്യയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നിൽക്കും, ഇന്ത്യയുടെ സംസ്കാരത്തോടൊപ്പം ചേർന്ന് ഞങ്ങൾക്ക് നിൽക്കണം എന്ന് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ജമ്മു കാശ്മീരിനെ അവർക്ക് പാകിസ്ഥാന് വിട്ടുകൊടുക്കാതെ ഇന്ത്യ രൂപീകരിച്ചു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ വിവിധ സംസ്കാരങ്ങളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഈ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. യൂണിറ്റ് പ്രസിഡന്റ് C ശങ്കരൻ അധ്യക്ഷത വഹിച്ചു. CITU അജാനൂർ പഞ്ചായത്ത് സെക്രട്ടറി K ചന്ദ്രൻ, ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ, ഡിവിഷൻ പ്രസിഡന്റ് PR രാജു കുശാൽ നഗർ, ഏരിയ കമ്മിറ്റി അംഗം കരുണാകരൻ ചാമുണ്ടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. രക്തസാക്ഷി പ്രമേയം രാജേഷ് PV, അനുശോചന പ്രമേയം സുധീഷ് S എന്നിവർ അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി K സജേഷ് സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി രാജേഷ് P കുന്നുപാറ, വൈസ് പ്രസിഡന്റായി സുധീഷ് S എന്നിവരെ തെരഞ്ഞെടുത്തു. സെക്രട്ടറിയായി A നാരായണൻ, ജോയിന്റ് സെക്രട്ടറിയായി രാജേഷ് PV, ട്രഷററായി രതീഷ് OK എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം CJ സജിത്ത് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് റെയിൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സുനിൽ പരിയാരത്ത് കനിവ് പദ്ധതി വിവരണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K മോഹനൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ദിനു മേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. V സുരേഷ് റിപ്പോർട്ട് അവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി V സുരേഷ് സ്വാഗതവും കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി നാരായണൻ ലുക്കൌട്ട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയറീസ് കേരളയുടെ നേതൃത്വത്തിൽ ബാങ്ക് ദേശസാൽക്കരണ വാർഷിക ദിനം അവകാശ ദിനമായി ആചരിച്ചു. കാഞ്ഞങ്ങാട് കാനറ ബാങ്കിന് മുന്നിൽ കൂട്ടധർണയും നടത്തി. വിവിധ ആവശ്യങ്ങളുയർത്തി ബാങ്ക് ദേശസാൽക്കരണ ദിനമായ ജൂലൈ 19 ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് വിരമിച്ചവരുടെ സംഘടനകളുടെ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ദേശവ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ജോയിന്റ് ഫോറം ബാങ്ക് റിട്ടയറീസ് കേരളയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് കാനറ ബാങ്കിന് മുന്നിൽ പ്രകടനവും ധർണയും നടത്തി. ബാങ്ക് സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക, പൊതുമേഖലാ ബാങ്കുകൾ സംരക്ഷിക്കുക, ബാങ്കിംഗ് മേഖലയിലെ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, ആരോഗ്യ ഇൻഷുറൻസിന്റെ അടിസ്ഥാന പോളിസി പ്രീമിയം ബാങ്കുകൾ വഹിക്കുക, പെൻഷൻ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ അലവൻസുകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നിങ്ങളിൽ പലരും അത് ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്നേക്കാൾ പ്രായമില്ല എന്നത്, എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളാണ് ഇവിടെ ബഹുമാന്യയായ ആദരണീയായ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി രാജ്യത്തിന്റെ വളർച്ചയിൽ ബാങ്കുകൾക്കുള്ള പങ്കിനെ കുറിച്ച് ഏറ്റവും വലിയ ബോധ്യമുള്ള പ്രധാനമന്ത്രിമാരിൽ ഒരാളായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. പണ്ഡിറ്റ്ജിയെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാൻ തുടങ്ങിയാൽ രാവേറെ സംസാരിക്കേണ്ടി വരും.
പക്ഷെ ഇന്ദിരാഗാന്ധിയാണ് ആദ്യഘട്ടത്തിൽ 16 പിന്നീട് 5 അങ്ങനെ 20 ബാങ്കുകളെ ദേശസാൽക്കരിച്ചത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഇത് ഒരു രാഷ്ട്രീയവുമില്ല. PPJ നായർ അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ പ്രതിനിധികളായ CP നരേന്ദ്രൻ, കൃഷ്ണൻ പത്താനത്ത്, P കുമാരൻ നായർ, TG ശ്രീജിത്ത്, M വിജയൻ, K ബാലകൃഷ്ണൻ നായർ, PP ജഗദീശൻ, VP ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. PV രവീന്ദ്രൻ നായർ സ്വാഗതവും നന്ദകുമാർ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വളാന്തോട് ക്ഷീരസംഘം കോൺഫറൻസ് ഹാളിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി നടത്തി. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പരപ്പ ക്ഷീരവികസന യൂണിറ്റിന്റെയും വളാന്തോട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീരകർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. വളാന്തോട് ക്ഷീരസംഘം കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. പനത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇതിനു മുമ്പൊക്കെ തന്നെ സംസ്ഥാനത്ത് പോലും ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത്, ഒരു സൊസൈറ്റി ഒക്കെ ആയിരുന്നു നമ്മുടെ പഞ്ചായത്ത്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ, സൂചിപ്പിച്ചതുപോലെ ചില പ്രയാസം, പ്രത്യേകിച്ച് കുളമ്പ് രോഗം വ്യാപകമാകുന്ന ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ അടക്കം വലിയ തോതിൽ ഉണ്ടാകുന്നത്, വലിയ നഷ്ടം ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത അരവിന്ദ് അധ്യക്ഷത വഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീരവികസന ഓഫീസർ മനോജ് കുമാർ PV ക്ഷീരവികസന വകുപ്പിന്റെ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു. കാഞ്ഞങ്ങാട് മിൽമ PI വിഭാഗം ഡിസ്ട്രിക്ട് ഓഫീസ് ഹെഡ് ഷാജി V മിൽമ മലബാർ മേഖലാ യൂണിയന്റെ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി ഡിസ്ട്രിക്ട് ഖാദി ഓഫീസ് പ്രൊജക്ട് ഓഫീസർ സുഭാഷ് P അവതരിപ്പിച്ചു. കേരള ബാങ്കിന്റെ വിവിധ വായ്പാ പദ്ധതികൾ കേരള ബാങ്ക് സീനിയർ മാനേജർ പ്രവീൺ കുമാർ M അവതരിപ്പിച്ചു. ശുദ്ധമായ പാൽ ഉൽപാദനമെന്ന വിഷയത്തിൽ ഡയറി ഫാ ഇൻസ്ട്രക്ടർ എബിൻ ജോർജ്, ക്ഷീരമേഖലയിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്ന വിഷയത്തിൽ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആതിര VV എന്നിവർ സംസാരിച്ചു. വില്ലേജ് ഇൻഡസ്ട്രിയൽ ഓഫീസർ വിനോദ് TV, കേരള ബാങ്ക് പാണത്തൂർ ശാഖ മാനേജർ ബെന്നി CC തുടങ്ങിയവർ സംസാരിച്ചു. വളാന്തോട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് വിജയകുമാരൻ നായർ KN സ്വാഗതവും വളാന്തോട് ക്ഷീരോത്പാദക സഹകരണ സംഘം സെക്രട്ടറി പ്രദീപ് കുമാർ CS നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ. അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഊർജിതം. കാസർഗോഡ്, കോഴിക്കോട് ജില്ലാ കളക്ടർമാർക്കാണ് ഏകോപന ചുമതല. കാസർഗോഡ് ജില്ലയിൽ മഴക്കെടുതി രൂക്ഷം. തേജസ്വിനി പുഴയിൽ നിന്നും വെള്ളം കയറിയതിനാൽ 5 കുടുംബങ്ങൾ മാറി താമസിച്ചു. തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭവും അതിരൂക്ഷം. മഴയ്ക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിൽ തൃക്കരിപ്പൂർ പേക്കടത്ത് മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിൽ വീണു. മണിക്കൂറുകളോളം വൈദ്യുതി തടസ്സപ്പെട്ടു. മഞ്ചേശ്വരം രാഗം ജംഗ്ഷനിൽ സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുവാൻ സംവിധാനമൊരുക്കും. ഫലം കണ്ടത് ആക്ഷൻ കമ്മിറ്റി 5 മാസമായി നടത്തിവന്ന സമരം. പ്രതിസന്ധി രൂക്ഷം. ചെങ്കൽ വ്യവസായ മേഖല അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലെന്ന് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം. NGO അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു. സെറ്റോ ജില്ലാ ചെയർമാൻ KM ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.